അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ വീട്ടിലെ കറിവേപ്പില നല്ല പച്ചപ്പോടെ തഴച്ച് വളരാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പവർ മിക്സ് വളത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഞാനല്ല, എൻ്റെ ഉമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉമ്മയിൽ നിന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന 4 ഐറ്റംസ് മതിയാവും ഇതിന്. ഒന്നാമതായി മുട്ടത്തോടാണ് കേട്ടോ. നന്നായി ഉണക്കി കൈകൊണ്ട് പൊടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ അത് മണ്ണിൽ കലർന്ന് ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടുകയുള്ളൂ. രണ്ടാമതായി തേയിലയാണ്. തേയില ഉപയോഗിച്ച തേയിലയാണെങ്കിൽ അതിൽ പഞ്ചസാര നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കണം. പഞ്ചസാരയുടെ അംശം തടിയിലിരുന്ന് ഇറുമ്പ് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി എടുക്കുന്നത് ചാമ്പയാണേ. ചാമ്പ ഒരുപാട് ചേർക്കരുത്. മാസത്തിൽ ഒരിക്കൽ മാത്രമേ ചേർക്കാവൂ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയിൽ അത് ദോഷം ചെയ്യും. പിന്നെ ലാസ്റ്റായിട്ട് എടുക്കുന്നത് ഉള്ളിത്തൊലയാണേ. ഇത് കറിവേപ്പിലയുടെ തളപ്പുകൾ നന്നായി വരാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് 4 ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ കറിവേപ്പിലയുടെ ചുവട്ടിലെ മണ്ണ് സാവകാശം ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഇതിൽ നിന്ന് 2 പിടി ഇതിൻ്റെ 4 വശമായിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. കുറച്ച് ദിവസങ്ങളിൽ തന്നെ പുതിയ തളപ്പുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഉള്ളിത്തൊലി ഒരു ദിവസം മുഴുവനും കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് ആ വെള്ളം പിറ്റേന്ന് കൈ കൊണ്ട് ഒന്ന് ഞെവിടി ഇളക്കി ശേഷം കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും കറിവേപ്പില നല്ല രീതിയിൽ തഴച്ച് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.